എഴുത്തച്ഛൻ പുരസ്കാരം എസ് മാധവന് സമ്മാനിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ലെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് മാധവൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. മന്ത്രി സജി ചെറിയാൻ, ആന്റണി രാജു, കെ ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ചെറുശ്ശേരിയുടെയും മറ്റും രചനകളിൽ കാണുന്നത് പോലെ. പിന്നെ എന്തുകൊണ്ടാവാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? സംസ്കൃത ബഹുലമായ മണിപ്രവാളത്തെയും തമിഴ് പദബാഹുല്യമുള്ള പാട്ടുപ്രസ്ഥാനത്തെയും കേരളത്തിൻ്റെ തനത് നാടോടി ഗാന പാരമ്പര്യത്തെയും സംയോജിപ്പിച്ച് കേരള ഭാഷയെ മാനവീകരിച്ചതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി തീർന്നു. എഴുത്തച്ഛൻ്റെ എഴുത്തിലെ ആ ഭാഷാക്രമ കണക്കാണ് മലയാളം ഇപ്പോഴും തുടർന്നു പോരുന്നത്. മലയാള ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശമെന്ന നിലക്കും സഹ്യപർവ്വതത്തിനിപ്പുറത്തുള്ള തീരദേശം എന്ന നിലക്കും കേരളത്തിന് ഒരു ഏകത പണ്ടേ ഉണ്ടായിരുന്നു. എങ്കിലും ഈ നാടിന് അതുവരെ ഇല്ലാത്ത ഒരു ഭാവ ഐക്യം പ്രദാനം ചെയ്തത് എഴുത്തച്ഛനാണ്. രാമായണങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയും ജനകീയതയും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനുണ്ടായതിൻ്റെ കാരണവും ഇതുതന്നെ. എഴുത്തച്ഛൻ്റെ കാവ്യകലയ്ക്ക് വളരെ സവിശേഷമായ പ്രേരണാശക്തി ഉണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ്. സാഹിത്യ മേഖലയിലുള്ള സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാനം നൽകുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അതിനാണ് എസ് മാധവൻ അർഹനായിരിക്കുന്നത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഒക്കെ അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 1/2 നൂറ്റാണ്ടായി അദ്ദേഹം ഈ സാഹിത്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്.